മൂന്നാമത്തെ മത്സരത്തിൽ വിജയായി തീർന്നിരിക്കുന്നത് അനൽ രാജകുമാരൻ. നാലാമത്തെ അമ്പെയ്ത്തിൽ വിജയായി തീർന്നിരിക്കുന്നത് ജലത് രാജകുമാരൻ. അടുത്തത് അഞ്ചാമത്തെ മത്സരം കുന്തമെറിയുന്ന മത്സരമാണ് അടുത്തത്. അഥവാ ഈ മത്സരത്തിൽ വിജയിക്കുന്നത് അനൽ രാജകുമാരനാണെങ്കിൽ പിന്നെ അദ്ദേഹമായിരിക്കും സ്വയംവരത്തിന്റെയും വിജയി. രൂപനഗരത്തിന്റെ രാജകുമാരി രൂപവതി അദ്ദേഹത്തിന്റെ കഴുത്തിൽ വർണ്ണമാല്യം ചാർത്തും. അതിനർത്ഥം ആ വനദേവൻ നമ്മുടെ സമയം ലാഭിക്കുന്നതിന് വേണ്ടി സാങ്കല്പിക കവാടത്തിലൂടെ നമ്മെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ എത്തിച്ചിരിക്കുകയാണ്. രാജപുരോഹിത, എന്താ പുത്രി? നിന്റെ സ്വയംവരത്തിന്റെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീ ഇവിടെ ഇപ്പോഴും ഇതേ വസ്ത്രങ്ങൾ ധരിച്ച്? അങ്ങ് അക്കാര്യമോർത്ത് ആശങ്കപ്പെടേണ്ടതില്ല, അല്ലയോ രാജപുരോഹിത. ഇത് കണ്ടാലും സുധാബലം. എന്താ ഇത് കഴിച്ചാൽ പിതാശ്രീയുടെ അസുഖം മാറില്ലേ? ഇത് എന്താ പറയുന്നത് പുത്രി? സുധാബലം? നീ സുധാബലം കൊണ്ടുവരുന്നതിൽ വിജയിച്ചിരിക്കുകയാണ് പുത്രി. കുമാരി പുത്രി, നിന്നെ പോലൊരു സന്താനത്തെ നേടുക എന്നത് തികച്ചും സൗഭാഗ്യകരമായ കാര്യമാണ്. എല്ലാ മാതാപിതാക്കൾക്കും നിന്നെ പോലുള്ള സന്താനങ്ങളെ ലഭിക്കട്ടെ പുത്രി. നാം നിനക്ക് നിറഞ്ഞ മനസ്സോടെ ആശീർവാദം നൽകുകയാണ്. ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങളിൽ പോലും അതിജീവിക്കുവാൻ നിനക്ക് സാധിക്കുന്നതാണ്. വിജയം നിന്റേതാണ് പുത്രി. നീ ആശങ്കപ്പെടണ്ട. ചെല്ലു, വേഗം ചെന്ന് വസ്ത്രം മാറൂ. ഞാൻ കഴിയുന്നതും വേഗം മഹാരാജാവിനെ കൊണ്ട് ഈ ഫലം കഴിപ്പിക്കുവാൻ തയ്യാറെടുപ്പ് നടത്താം. അല്ലയോ മാതേ, പിതാശ്രീയുടെ അസുഖം അകറ്റിയാലും എല്ലാം ശുഭകരമാക്കിയാലും അല്ല, അങ്ങെന്താണ് ഇവിടെ? നാം അങ്ങേ തിരയുകയായിരുന്നു. ഇത് സ്വീകരിച്ചാലും എന്നിട്ട് രാജാവിന് ഔഷധം നൽകുമ്പോൾ ഇതുകൂടി കഴിപ്പിക്കുവാൻ ശ്രമിക്കണം. ഇത് എന്തു ഫലമാണ്? ഇതുപോലൊന്നും ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. ഇത് പ്രധാനപ്പെട്ട ഔഷധമായ സുധാഫലമാണ്. ഇതിന് ധാരാളം സവിശേഷതകളുണ്ട്. എന്തെങ്കിലും അസുഖം സുഖപ്പെടാതെ വരികയാണെങ്കിൽ ഇതതിനെ ഭേദപ്പെടുത്തുന്നതാണ്. തീർച്ചയായും നമ്മെ കൊണ്ട് കഴിയുന്ന അത്രയും വേഗം മഹാരാജാവിനെ കൊണ്ട് ഇത് കഴിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. അല്ലയോ ചണ്ഡികാ മാതാവേ, മഹാരാജാവിന്റെ രക്ഷ നിർവഹിച്ചാലും അദ്ദേഹത്തിന്റെ അസുഖം അകറ്റിയാലും അരുന്ധതി, നാം നിന്നോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? ഇളയമേ, ചില കാര്യങ്ങൾ നാം ഇളയമയോട് പറയാനിരിക്കുകയായിരുന്നു. നിന്നോട് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് നാം അരുന്ധതിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി നീ പറയും, നിനക്ക് എന്താണ് പറയാനുള്ളത്? നീ നമുക്ക് വാക്ക് നൽകിയതല്ലേ അരുന്ധതി? സദാസമയവും രൂപവതിയുടെ സമീപത്ത് തന്നെ ഉണ്ടാകുമെന്ന്, രൂപവതിയുടെ രക്ഷ നിർവഹിക്കുമെന്ന്. നീ
പറഞ്ഞ വാക്കിന് എന്താണ് സംഭവിച്ചത് അരുന്ധതി? ഇളയമേ നമ്മെ വിശ്വസിച്ചാലും ഇവള് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവള് അത് നമ്മെ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. എന്നാൽ ഇവൾക്ക് സ്വന്തം കർത്തവ്യത്തിൽ നിന്നും മോചിതയാകാൻ സാധിക്കില്ലല്ലോ. നീ എന്തെങ്കിലും ആപത്തിൽ ഇന്ന് അകപ്പെടുകയായിരുന്നെങ്കിൽ അരുന്ധതി തന്നെ ഈ കാര്യത്തെക്കുറിച്ച് നമ്മോട് പറയേണ്ടി വരുമായിരുന്നില്ലേ? ഇളയമേ അവിടുന്ന് നമ്മെ വിശ്വസിച്ചാലും അഥവാ നാം ഇവളെ കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ത് കാര്യത്തിനാണോ നാം ഈ സാഹസം കാട്ടിയത് അക്കാര്യം പൂർണ്ണമാകില്ലായിരുന്നു.